ഹലോ, എല്ലാവർക്കും പേർഷ്യൻ മലയാളിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് വെൽക്കം. നമ്മളിപ്പോൾ ഉള്ളത് ഔട്ട്ലെറ്റ് മോളിലാണ്, ദുബായ് ഔട്ട്ലെറ്റ് മോൾ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ചീപ്പറായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ നമ്മൾ ദുബായ് ഔട്ട്ലെറ്റ് മോളിലാണ്. നമ്മളിന്ന് ഇവിടെ വന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എനിക്കൊരു ബാഗ് വാങ്ങണം, ഒരു ഹാൻഡ് ബാഗ് വാങ്ങണം. പ്ലസ് എനിക്ക് ഓൾറെഡി ഉള്ള ഒരു ഷൂ, ക്രോക്സിന്റെ ഷൂവിന് കുറച്ച് ജിബിറ്റ്സ് വാങ്ങണം. അതെ, ക്രോക്സിന്റെ ഷൂവിന് എന്താണ് ജിബിറ്റ്സ് വാങ്ങണം. ജിബിറ്റ്സ് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അതെന്താണെന്ന് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വന്നത്. പിന്നെ ചില്ലറ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാം, ചീപ്പായിട്ട് കിട്ടുമെങ്കിൽ വാങ്ങാം. ആരൊക്കെ പറയുന്നത് എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന്. എനിക്കൊരു ബ്ലേസർ വാങ്ങണമായിരുന്നു ആക്ച്വലി ഓഫീസ് പർപ്പസിന് വേണ്ടി. അത് ഇവിടെ ഓഫറിനുണ്ടെങ്കിൽ വാങ്ങാം. അപ്പം വെൽക്കം ടു അവർ വ്ളോഗ്. കമോൺ. പിക്കോ മിലാൻ ഒരു ഭയങ്കര ഫേമസ് കോസ്മെറ്റിക് ബ്രാൻഡ്. മാംഗോയിൽ 30 to 70% ഓഫ് ഉണ്ട്. മാംഗോയാ 30 to 70% ഓഫ്. ഫ്രഞ്ച് ബേക്കറി, this outlet. അങ്ങനെ ബാഗ് വാങ്ങിക്കാനായിട്ട്, ഹാൻഡ് ബാഗ് വാങ്ങിക്കാനായിട്ട് ഞാൻ നേരെ ഗെസ്സിൻ്റെ ഔട്ട്ലെറ്റിലോട്ട് കയറി. ഈ മോളിൻ്റെ പേര് ഔട്ട്ലെറ്റ് മോൾ എന്നാണ്. അപ്പം ഇത് ഗെസ് ബ്രാൻഡിൻ്റെ ഷോപ്പിലേക്ക് ഞങ്ങൾ കയറി. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ കുറച്ച് ഗെസ്സിൻ്റെ ടീഷർട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ടീഷർട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ബട്ട് അവർക്ക് സൈസ് അവൈലബിൾ അല്ലായിരുന്നു. അവരുടെ മാക്സിമം സൈസ് ലാർജ് ആയിരുന്നു, സൈസ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം അതിനെ ഇങ്ങനെ നോക്കി, ഞാൻ സൈസ് ഉണ്ടോ ഞാൻ കുറേ ചെക്ക് ചെയ്തില്ല, വെച്ചൊക്കെ നോക്കി. വേണമെങ്കിൽ അത് വാങ്ങാമായിരുന്നു, പക്ഷെ എനിക്കൊന്ന് ചെറുതായിട്ട് ടൈറ്റ് ആയിരിക്കും. ഞാൻ ഇട്ടൊന്നും ട്രൈ ചെയ്തൊന്നും നോക്കിയില്ല, അതുകൊണ്ട് അവിടെ വച്ചിട്ട് വന്നു. അപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞ് അവർക്ക് മാക്സിമം സൈസ് ലാർജേ ഉള്ളൂ, മറ്റേതെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കായെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബാഗ്സ് നോക്കാൻ തുടങ്ങി ഗെസ്സിൽ തന്നെ. അപ്പം ഗെസ്സിനോടൊരു എന്തോ കുറച്ച് നാളായിട്ട് ഗെസ്സിൻ്റെ ഒരു ബാഗ് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിന് ഞാൻ അവിടെ തന്നെ കയറി. എനിക്കൊന്ന് ബ്രാൻഡ്സിൽ, ഈ ബ്രാൻഡഡ് ബാഗ്സിൽ ഒരുമാതിരി ചീപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ലൂയി വുട്ടോണോ അങ്ങനത്തെ ബാഗ്സൊക്കെ വാങ്ങണമെങ്കിൽ ലക്ഷങ്ങളാണ് വില ബാഗിനൊക്കെ. പക്ഷേ ഇതിന് അത്രയും വിലയില്ല, ബ്രാൻഡഡ് ആണെങ്കിലും. സോ അതുകൊണ്ടാണ് ഞാൻ ഗെസ് ചൂസ് ചെയ്തത്. ഇവിടെ തന്നെ നോക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറേ ബാഗ്സൊക്കെ ട്രൈ ചെയ്തു. ഈ ബാഗ് ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ തന്നെ വൈറ്റ് കളറും ഉണ്ടായിരുന്നു, ബ്ലാക്ക് കളറും ഉണ്ടായിരുന്നു. സോ ഞാൻ എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഈ വള്ളി ഉണ്ടല്ലോ, ബാൻഡ്, അതും വെച്ചിട്ട് നമ്മൾ എത്ര അതിന് നീളമുണ്ട് അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്രോസ് ബോഡി ആയിട്ടാണ് എപ്പോഴും ബാഗ് ഹാങ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ബിക്കോസ് റൈറ്റ് സൈഡിലോട്ട് മാത്രമായിട്ട് ഹാങ് ചെയ്യുമ്പം കൈക്കൊരു വേന പോലെ വരും. അപ്പോൾ എപ്പോഴും ഞാൻ ക്രോസ് ബോഡി ആയിട്ട് ഹാങ് ചെയ്യുന്നത്. അപ്പോൾ സോ അതിങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ഞാൻ വള്ളിയൊക്കെ ഇട്ട് ചെക്ക് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫ്രണ്ട് ആ ബാഗ് വളരെ ഇഷ്ടപ്പെട്ടു, എന്നാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാനിങ്ങനെ തിങ്ക് ചെയ്യാറുള്ളത് വേണോ വേണ്ടായോ. പിന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് ഈ ബാഗാണ്, പുള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെ ബാഗ്, ബ്ലാക്ക് കളറിൻ്റെ. സോ അതിൻ്റെ തന്നെ ഒരു ബ്രൗൺ കളറും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബാഗ്സിൽ എനിക്ക് കൂടുതലും ബ്ലാക്ക് കളറും അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് ഇഷ്ടം. ബ്രൗണും നോട്ട് ബാഡാണ്, പക്ഷേ എന്നാലും ഞാനിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചത് ബ്ലാക്ക് കളറിലൊരു ബാഗ് വാങ്ങണം എന്നായതുകൊണ്ട് എൻ്റെ ഒരു ഇൻക്ലിനേഷൻ കൂടുതൽ ബ്ലാക്കിലോട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സോ ഞാൻ ആ ബാഗ് ഇങ്ങനെ എടുത്തും പിടിച്ചും വെച്ചും ഒക്കെ നോക്കി എങ്ങനെ എത്ര അത് എനിക്ക് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാനല്ലേ അത് കൊണ്ട് നടക്കണ്ടേ. സോ കുറേ നേരമൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചൊക്കെ നോക്കി, ഞാൻ എൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ അതിൽ എത്ര സ്പേസ് ഉണ്ടോയെന്നൊക്കെ നോക്കി. ബിക്കോസ് എനിക്ക് കുറച്ച് സ്ഥലം വേണം ബാഗിൽ, കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ. കൂടുതലും ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെയാണ് വലിയ ബാഗ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്ലിംഗ് ബാഗാണ് യൂസ് ചെയ്യുന്നത്. സോ ഫൈനലി ഞാൻ ആ ബാഗ് തന്നെ എടുത്തു. എനിക്കിഷ്ടപ്പെട്ട ആ ബാഗ് ഗെസ്സിൻ്റെ. ആൻഡ് അത് പുള്ളി പുതിയത് അവിടെ ഇരുന്നത് അവരുടെ ഒരു സാമ്പിളായിരുന്നു. അപ്പോൾ എനിക്ക് പുതിയത് അകത്തുനിന്ന് പുതിയ സ്റ്റോക്കൊക്കെ എടുത്ത് തന്നു. അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ അടയ്ക്കുമായിരുന്നു. ഞാനവിടെ നിന്ന് അന്നേരം ഫ്രണ്ട് അവിടുത്തെ ഷോറൂം കുറച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്തു, അവിടെയുള്ള സാധനങ്ങൾ. ഗെസ്സിന് എനിക്കൊന്ന് ഹാൻഡ് ബാഗ്സും പിന്നെ ബെൽറ്റുകളും പിന്നെ ഡ്രസ്സസും എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ സ്ലിംഗ് ബാഗ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ചോയ്സാണ് ഗെസ്. ഷൂസും ഉണ്ട്. അപ്പോൾ ഗെസ് ഒരു നല്ല ചോയ്സാണ് കേട്ടോ ബ്രാൻഡിൽ. പുള്ളിക്കാരൻ്റെ ബാഗ് എനിക്ക് തന്നു. സന്തോഷത്തോടെ ഞാനത് വാങ്ങി ഷോറൂമിൽ നിന്ന് ഇറങ്ങി. സോ ഇതായിരുന്നു എൻ്റെ ബാഗ് പർച്ചേസിങ് സെക്ഷൻ കേട്ടോ.
അങ്ങനെ ഗസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയോണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഗ്രാൻഡ് സ്റ്റോഴ്സ് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചെറിയ സെൽഫി സ്റ്റിക്കും പിന്നെ ഒരു ലൈറ്റും ഒക്കെ വാങ്ങണമായിരുന്നു. ഈ യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പം നമുക്കൊരു ലൈറ്റിൻ്റെ പ്രശ്നം സംടൈംസ് വരുന്നുണ്ട് വീട്ടിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പം. പ്ലസ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സെൽഫി സ്റ്റിക്കോ ട്രൈപോഡെന്ന് വേണമെങ്കിലും പറയാം, ട്രൈപോഡായിട്ട് യൂസ് ചെയ്യുന്ന സാധനം അതിന് കുറച്ച് ഹെവിയാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഒക്കെ കാറിലിരുന്നും ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഹോൾഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു കൊച്ചു ഹാൻഡി ആയിട്ടുള്ളൊരു സെൽഫി സ്റ്റിക്ക് വേണമായിരുന്നു. അപ്പോൾ ആ കടയിൽ നമ്മൾ പോയിട്ട് അത് ചോദിച്ച്, അപ്പോൾ അവിടുത്തെ ഒരു സെയിൽസ്മാനാണിത്, പാകിസ്ഥാനി സെയിൽസ്മാനാണ്. പുള്ളി നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ചെറിയൊരു സെൽഫി സ്റ്റിക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തു. നല്ല ലൈറ്റ് വെയ്റ്റുമായിരുന്നു, ഹാൻഡിയുമായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് വേണം. അപ്പോൾ എല്ലാവരും റിംഗ് ലൈറ്റ്സ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പുള്ളിയോട് വെച്ചാൽ പുള്ളി പറഞ്ഞാൽ റിംഗ് ലൈറ്റിനെക്കാട്ടി ബെറ്ററാണ് ഇത് ഹാൻഡിയുമാണ്. ഇങ്ങനെ ഫോണിൻ്റെ നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ് സൈഡിൽ തന്നെ ഇത് കണക്ട് ചെയ്യാം. റിംഗ് ലൈറ്റ് ആണ് പ്രത്യേകം വലിയൊരു ഇതും. പിന്നെ നമുക്ക് നാട്ടിലോട്ട് ഇപ്പോൾ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ക്യാരി ചെയ്യാനും റിംഗ് ലൈറ്റൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതൊരു നല്ല ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നി ലൈറ്റ്. അതിൽ പല മോഡ്സ് ഓഫ് ലൈറ്റും ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ണിലോട്ട് ഹാർഷ് ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൈറ്റിൻ്റെ ആ പോർഷൻ ഒരു കവറും ഉണ്ട്, ഒരു റബ്ബറിൻ്റെ ഒരു ഒരു വലിയ ഒപ്പേക്കും അല്ല എന്നാൽ വലിയ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു കവർ. എന്ന് വെച്ചാൽ ലൈറ്റ് വരും വെളിയിലോട്ട്, എന്നാൽ നമ്മുടെ കണ്ണിലോട്ട് ഹാർഷായിട്ട് അത് അടിക്കത്തില്ല. സോ അത് ലൈറ്റ് നല്ലൊരു ഓപ്ഷനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ലൈറ്റ് ഒന്ന് വാങ്ങി. ബിക്കോസ് നമ്മൾ നാട്ടിൽ വരുവാണെങ്കിലും നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പം ഈവൻ കുറച്ച് ഇരുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ട്രൈപോഡിൽ പിടിപ്പിച്ചാൽ അത് നല്ലതായിരിക്കും. സോ ഞങ്ങൾ അങ്ങനെ സെൽഫി സ്റ്റിക്കും പിന്നെ ആ ലൈറ്റും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ മോളിൽ കറങ്ങുമായിരുന്നു. ഇതാണ് അയൺമാൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി. അപ്പം ഷൂസിൻ്റെ എല്ലാ ബ്രാൻഡ് സെക്ഷനും എല്ലാം ഈ ഔട്ട്ലെറ്റ്സ് എല്ലാം മേളിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പം എസ്കലേറ്ററിൻ്റെ സൈഡിൽ തന്നെ സ്കെച്ചേഴ്സാണ്. അപ്പോൾ ചുമ്മാ സ്കെച്ചേഴ്സിലൊക്കെ ഒന്ന് കയറി നോക്കി എന്തെങ്കിലും നല്ല ഷൂ വെറൈറ്റീസോ ചീപ്പറായിട്ടൊക്കെ ഉണ്ടോ, ഡീൽസൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. ഒരുപാട് ഡീൽസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. പക്ഷേ ഓൾറെഡി സ്കെച്ചേഴ്സിൻ്റെ ഷൂസ് കയ്യിലുണ്ട്. അപ്പോൾ വീണ്ടും സെയിം ടൈപ്പ് ഓഫ് ഷൂ വാങ്ങാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ട്രെൻഡി ആയിട്ട് പുതിയ ഷൂ ഒക്കെ ഉണ്ടോ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ ഇട്ട് നോക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് തോന്നി അത് കുറച്ച് സ്റ്റൈലിഷാണ്. പക്ഷേ നമുക്കൊരു റെഗുലർ യൂസിന് അങ്ങനെ ഇട്ടുകൊണ്ട് അങ്ങ് നടക്കാൻ അത്ര പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒരു ഒക്കേഷണലി ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ചെരുപ്പാണെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് ഞാനത് പിന്നെ വേണ്ടാന്ന് വെച്ചു. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു. അത് നല്ല എൻ്റെ സൈസൊക്കെ തപ്പി പിടിച്ച് അവരോട് ചോദിച്ച് ഇട്ടൊക്കെ നോക്കി. ബട്ട് എന്നാലും ഞാനത് ഇട്ടൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു കംഫർട്ട് എന്ന് വെച്ചാൽ അവർ തന്ന ഏറ്റവും ചെറിയ സൈസും എനിക്ക് ചെറിയൊരു ലൂസായിരുന്നു കാലിൽ. അത് മാത്രമല്ല അത് എന്താ പറയുക, നമുക്ക് ഒക്കേഷനിൽ ഇടാനും പറ്റും. അപ്പോൾ ഞാൻ ചെരുപ്പുകളൊക്കെ വാങ്ങുമ്പോൾ ഞാൻ വാങ്ങുന്നത് എപ്പോഴും നമ്മൾ ഏത് ഒക്കേഷനും ഇടാൻ പറ്റുന്ന സൈസാണ്. അങ്ങനത്തെ ചെരുപ്പുകളെ ഞാൻ വാങ്ങത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഒക്കേഷൻ അങ്ങനെ ഒരു സെലക്ഷനൊന്നും എനിക്കില്ല. സോ എനിക്കപ്പം എല്ലാം അവിടെ ഒക്കെ നോക്കിയിട്ട് വലിയ താല്പര്യമൊന്നും എനിക്ക് തോന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞാനിവിടെ വന്നത് ഞാൻ പറഞ്ഞല്ലോ ബാഗ് വാങ്ങണം. പിന്നെ എനിക്ക് ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ എനിക്കൊന്ന് മാസങ്ങളായി, 2-3 മാസമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇടാറേ ഇല്ല. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചത് നോർമലായിട്ട് തന്നെ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കാം. ബട്ട് ദെൻ എനിക്കൊരു തോട്ട് വന്നു, ഈ ജിബിറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും ഈ ചെരുപ്പിൽ. ക്രോക്സിൻ്റെ തന്നെ ബ്രാൻഡിൻ്റെ ചെറിയ ചെറിയ ജിബിറ്റ്സ് കിട്ടും. ഈ ക്യാരക്ടേഴ്സും കാർട്ടൂൺ ക്യാരക്ടേഴ്സും അങ്ങനത്തെ ചെറിയ ചെറിയ ഫങ്കി ടൈപ്സ് സാധനങ്ങൾ അത് ചെരുപ്പിൽ ഇങ്ങനെ പിടിപ്പിക്കാം. സോ ഞാനത് ചെരുപ്പ് വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അത് മേടിച്ച് അതിൽ ഇട്ടിട്ട് ആ ചെരുപ്പ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നേരെ ചെരുപ്പ് ഇട്ടിട്ടുള്ളത് വീട്ടിലിരിപ്പുണ്ട്. അതേ ചെരുപ്പിൻ്റെ സെയിം ചെരുപ്പ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ പിന്നെ ജിബിറ്റ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ കുറേ ജിബിറ്റ്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഈ സെയിം ചെരുപ്പ് എൻ്റെ കയ്യിൽ വീട്ടിലിരിപ്പുണ്ട്. സോ അവിടെ ആ ചെരുപ്പ് എടുത്തിട്ട് ഞാൻ അതിൽ ഇങ്ങനെ ഇട്ടിട്ട് നോക്കി ഇതിന് ഏതാ മാച്ച്. അങ്ങനെ കുറേ ജിബിറ്റ്സ് സെലക്ട് ചെയ്ത് കുറേ ടൈം പിടിച്ചു കേട്ടോ ഞാൻ. ബിക്കോസ് നമുക്ക് അവിടെ ഇഷ്ടം പോലെ കളക്ഷൻ ഓഫ് ജിബിറ്റ്സ് ആയിരുന്നു. ജിബിറ്റ്സ് എന്നാണ് ഇതിന് ജിബിറ്റ്സ് ചാം എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഇഷ്ടം പോലെ കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു.
കുറേയൊക്കെ ഞാൻ നോക്കി, കുറേയൊക്കെ വച്ച് നോക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല, പിന്നെ തിരിച്ച് വയ്ക്കും. സോ അങ്ങനെ കുറേ അവിടെ സമയം ചിലവാക്കി, കുറേ ടൈം പാസ് ചെയ്ത് അവിടെ തന്നെ നിന്ന്. എന്താ പറയുക, കുറേ ക്യാരക്ടേഴ്സും, കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സും, പിന്നെ ഈ കുറേ തിളങ്ങുന്ന സ്റ്റാർസ് പോലെയും അങ്ങനത്തെ, പിന്നെ ആനിമൽസും, പിന്നെ നമ്മുടെ ഡിസ്നി ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ഡിസ്നി ക്യാരക്ടേഴ്സിൻ്റെ ജിബിറ്റ്സും, പിന്നെ അല്ലാതെ പൂവും കായും അങ്ങനത്തെ എന്താ പറയുക സീ ആനിമൽസും, പിന്നെ നമ്മുടെ ടെഡി ബെയർസും, അങ്ങനത്തെ കുറേ ഐറ്റംസ്, കുറേ സ്റ്റൈൽ ഓഫ് ജിബിറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അതുകൊണ്ട് ഇങ്ങനെയാണ് ആ ചെരുപ്പിൽ ജിബിറ്റ്സ് വെക്കുന്നത്. അതുകൊണ്ട് ഈ വെച്ചേക്കുന്നതൊക്കെ അതിൻ്റെ ഒരു സാമ്പിളാണ്. അവരിങ്ങനെ കാണിച്ചേക്കൊണ്ട് ഇങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേരും ഈ ക്രോക്സിൻ്റെ ചെരുപ്പ് വാങ്ങുമ്പോൾ മോസ്റ്റ്ലി ഈ ജിബിറ്റ്സ് വാങ്ങി അതിലിനെ പിടിപ്പിക്കാറുണ്ട്. അതൊരു രസമാണ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ കാണാൻ. ബിക്കോസ് ക്രോക്സിൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റൈലുള്ള ചെരുപ്പൊന്നുമല്ല, വളരെ സിമ്പിൾ ചെരുപ്പായിരിക്കും. നമുക്ക് കണ്ടാൽ അതിന് വില ഉണ്ടെന്ന് പോലും തോന്നത്തില്ല ചെരുപ്പ് കണ്ടാൽ. ക്രോക്സ് എന്ന് പറഞ്ഞാൽ അത് കംഫർട്ടാണ്, സ്റ്റൈല് അങ്ങനെ വലിയ സ്റ്റൈലൊന്നും ക്രോക്സിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ചില സ്റ്റൈൽ ഓഫ് ചെരുപ്പ് അവർ ഇറക്കുന്നതിൽ, പുതിയ സ്റ്റൈൽ ഇറക്കുന്നതിലൊക്കെ ചെറിയൊരു തിളക്കവും കാര്യങ്ങളും ഒക്കെ ഇറക്കുന്നുണ്ട്. ബട്ട് എന്നാലും മോസ്റ്റ്ലി അത് വളരെ സിമ്പിൾ ചപ്പലാണ്, സിമ്പിൾ സ്ലിപ്പേഴ്സും ഷൂസുമാണ്. അവരുടെ ബേസിക് ഇതെന്ന് പറഞ്ഞാൽ കംഫർട്ടാണ് ചെരുപ്പിന്. സോ അതുകൊണ്ടാണ് അവർ ഈ ജിബിറ്റ്സ് ആയിട്ട് വിൽക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റൈലിഷ് ആക്കാൻ താല്പര്യമുള്ളവർക്ക്, കംഫർട്ടബിൾ ചെരുപ്പുകൾ സ്റ്റൈലിഷ് ആക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ജിബിറ്റ്സ് ഒക്കെ അതിൽ പിടിപ്പിച്ചാൽ അത് കുറച്ച് സ്റ്റൈലിഷും കുറച്ച് ഫങ്കി ആയിട്ടൊക്കെ തോന്നും. പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിലും അവരുടെ ക്രോക്സ് ചപ്പലും ഇത് നോർമൽ സിമ്പിൾ ചപ്പലുകളാണ്. അപ്പോൾ അവർക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ക്രേസാണ്, അതിൽ നല്ല ഭംഗിയാണ്. അപ്പോൾ പിള്ളേർ മാത്രമല്ല കേട്ടോ, വലിയവരും എല്ലാവരും ജിബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വലിയവരുടെ അഡൽട്ട്സിൻ്റെ ചെരുപ്പുകളിലെല്ലാം അവർ ജിബിറ്റ്സ് പിടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനീഷ്യലി ഞാനും പ്രേണ്ണും കൂടെ ആയിരുന്നു ക്രോക്സിൻ്റെ ചെരുപ്പ് വാങ്ങിയത്. പക്ഷെ ഞങ്ങൾ ജിബിറ്റ്സ് ഒന്നും വാങ്ങിയില്ല, വേണ്ടെന്ന് വിചാരിച്ച്. കൊച്ചു പിള്ളേർക്കെല്ലാം വെച്ചാൽ ഞാൻ അത്ര ഇത് കൊടുത്തില്ല ഇതിന് ഇമ്പോർട്ടൻസ്. പിന്നെ തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച്, എന്താ എനിക്ക് 2 ജിബിറ്റ്സ് മേടിച്ച് അതിൽ വയ്ക്കാമായിരുന്നു ചിന്തിച്ചിട്ട് ഞാൻ ആ ചെരുപ്പ് യൂസ് ചെയ്യാതെ അന്ന് മുതൽ വീട്ടിൽ വെച്ചേക്കുക, ഷോക്കേസ് പോലെ. സോ ഫൈനലി ഞാൻ വെച്ച് നാട്ടിൽ വരുന്നതിന് മുന്നേ അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന, എനിവേ ഇതുവരെ ഇട്ടില്ല എന്നാൽ പിന്നെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അഴുക്കും ആവത്തില്ലല്ലോ, ബിക്കോസ് നമ്മൾ ഈ ഇട്ടിട്ട് പിന്നെ പെട്ടിക്കകത്ത് കവർ ചെയ്ത് വെക്കുന്നില്ല, ഇടാതെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഇടാതെ തന്നെ വെച്ചിരുന്നു. അപ്പം നാട്ടിൽ പോകാനായിട്ട് ജിബിറ്റ്സ് സെലക്ട് ചെയ്ത്, ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ജിബിറ്റ്സ് കേട്ടോ. ഞാനും ഫ്രണ്ടും കൂടെ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാം അതിൽ കുത്തി വെച്ചിട്ട് ഇതാണ് സെലക്ഷൻ എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് അതോടെ നമ്മൾ ഈ ബില്ലിംഗ് കൗണ്ടറിൽ അതോടെ കൊണ്ടുപോയി. അപ്പോൾ ചെരുപ്പ് നമുക്ക് വേണ്ട. സോ നമ്മൾ അവരോട് പറഞ്ഞ് ചെരുപ്പ് വേണ്ട, ഇതിൻ്റെ ജിബിറ്റ്സ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരതിൻ്റെ ഓരോ ജിബിറ്റ്സും ഇളക്കി, ഓരോ ജിബിറ്റ്സിലും പ്രൈസ് ടാഗ് ഉണ്ട് കേട്ടോ. സോ അതെല്ലാം അവർ പ്രത്യേകം ബില്ല് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബില്ല് തന്നു. സോ ഇങ്ങനെയൊക്കെയാണ്, കണ്ടില്ലേ ഈ ചെരുപ്പൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നല്ല രസം, കൊച്ചു പിള്ളേർക്കായാലും വലിയവർക്കായാലും അതൊരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ. പിന്നെ അത് പല മെറ്റീരിയലിൻ്റെ ജിബിറ്റ്സ് ഉണ്ട് കേട്ടോ, റബ്ബർ ടൈപ്പും ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വീണാലും കേടൊന്നും ആവത്തില്ല. സോ അങ്ങനെ ജിബിറ്റ്സ് എല്ലാം വാങ്ങി ഒരു 3/4 മണിക്കൂർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു ഇത്രകൊണ്ട് ചെറിയ 5 സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു? ഹാൻഡ് ബാഗും ജിബിറ്റ്സും വാങ്ങിച്ചു. പിന്നെ രണ്ട് മൂന്ന് ഇലക്ട്രോണിക് ആക്സസറീസും വാങ്ങിച്ചു. നമ്മുടെ ഈ യൂട്യൂബ് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കുറച്ച് ആക്സസറീസും വാങ്ങിച്ചു. ലൈറ്റിംഗ് പോലത്തെ സംഭവങ്ങളും, ചെറിയ ഹാൻഡി ആയിട്ടുള്ളൊരു സെൽഫി സ്റ്റിക്ക്. പിന്നെ ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി ഒന്ന് കറങ്ങി നോക്കാം, എന്തെങ്കിലും കിട്ടുമോ നോക്കാം ചെറിയ വിലയ്ക്ക്. വരും. ഇതാണ് ഇവിടുത്തെ ഒരു മാപ്പ്. ഇതോ? ചലോ. ഡ്യൂൺ ലണ്ടനിലാണ് പോകുന്നത്. ഡ്യൂൺ ലണ്ടൻ. അങ്ങനെ ഞാൻ വീണ്ടും വേറെ കുറേ ബ്രാൻഡഡ് ബാഗ് ഷോറൂമിലൊക്കെ കയറി, ഷോപ്സിലൊക്കെ കയറി. ബിക്കോസ് ഞാൻ ബാഗ് മേടിച്ച ശേഷം ഞാനിങ്ങനെ വിചാരിച്ച അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങാൻ വിചാരിച്ച് ഇങ്ങനെ
നാട്ടിൽ പോകല്ലേ ഗിഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചൊക്കെ ഞാൻ നോക്കി. പക്ഷേ എനിക്ക് അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറിയ ബാഗും വേണ്ട, ഒത്തിരി വലിയ ബാഗും വേണ്ട. അപ്പോൾ പലതവണ നമ്മൾ ബാഗ് കൊടുത്തു ചിലപ്പോൾ പറയും വലുതായിപ്പോയി, ചിലപ്പോൾ പറയും ചെറുതായിപ്പോയി. അപ്പോൾ ഞാൻ ആ കൺഫ്യൂഷനിൽ ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പലതവണയൊക്കെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി, വേണോ വേണ്ട. പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ, ബിക്കോസ് ഓൾറെഡി ഈ സെയിം സൈസിൽ വേറെ ബ്രാൻഡാണെങ്കിലും ഇതേ സൈസിലൊരു ബാഗ്, സെയിം ഷേപ്പും സെയിം സൈസിലൊരു ബാഗ് അമ്മയ്ക്ക് ഉണ്ട്. സോ വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ അത് തിരിച്ചു വെച്ചു. ഒരു കൊടുക്കുമ്പം വാങ്ങുമ്പോൾ കയ്യിലില്ലാത്ത സൈസ് വേറെ എന്തെങ്കിലും വ്യത്യസ്തത ഉള്ളത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിവിടെ തിരിച്ചു വെച്ചു. പിന്നെ കുറേ വേറെ ബാഗ്സൊക്കെ ഞാൻ എടുത്ത് നോക്കി. എന്നാലും അമ്മയ്ക്ക് കുറച്ച് ബ്ലാക്കും ബ്രൗണും അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ ബാഗ് നല്ലതായിരുന്നു. ഇത് ബെവർലി ഹിൽസ് എന്നുള്ളൊരു ബ്രാൻഡായിരുന്നു. ഇതൊരു വാഷ്റൂമാണ് ഇവിടുത്തെ, പക്ഷേ ഒരു തിയേറ്റർ പോലെ ഒരു ഭയങ്കര ഒരു സെറ്റപ്പിലാണ് ലൈറ്റിംഗ്. ഇവിടെ ഓൾമോസ്റ്റ് ഷോപ്പ് അടയ്ക്കേണ്ട ടൈമായി. അപ്പോൾ നമ്മൾ അതെ 10 മണിയായപ്പോൾ അടച്ചു. നാളെ വീക്ക് വർക്കും ബില്ല് കൊടുക്കണം. യെസ്. ഇവിടെ എന്തോ ഡ്രോ ഉണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്താൽ നമ്മുടെ ബില്ല് കൊടുത്താൽ ഡ്രോയിൽ നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ അതിന് കസ്റ്റമർ കെയറിലോട്ട് പോകണം. അപ്പം ഞങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഔട്ട്ലെറ്റ് മോളും ഇവിടെ ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. മീൻസ് ലോകത്തിലുള്ള മോസ്റ്റ്ലി എല്ലാ ബ്രാൻഡ്സും ഇവിടെ കിട്ടും. സാധനങ്ങൾ, ബാഗ്സ്, ഷൂസ്, പിന്നെ ഡ്രസ്സുകൾ എല്ലാം കിട്ടും. ആൻഡ് കുറച്ച് നമുക്ക് ഈ വെളിയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ചീപ്പർ ആയിട്ട് കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. സോ അപ്പോൾ ദുബായിലുള്ളവർക്കൊക്കെ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാത്തവർക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം. ചീപ്പർ റേറ്റ്സിൽ ഒരുപാട് ഡീൽസൊക്കെ കിട്ടും ഇവിടെ. ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാം. ഞങ്ങളുടെ ഈ ഔട്ട്ലെറ്റ് മോൾ ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ബൈ, ടേക്ക് കെയർ. ബൈ ഫ്രം പേർഷ്യൻ മലയാളി. സീ യു.